ബഹുമാനപ്പെട്ട സയ്യിദുന അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ മഖ്ബറയുള്ള ത്വായിഫിലാണ് നമ്മളിപ്പോൾ നിലകൊള്ളുന്നത്. അവിടെ മഹാനവരികളുടെ പേരിൽ ഉള്ള വലിയ ഒരു പള്ളി നിലകൊള്ളുന്നുണ്ട്. ധാരാളം ഫില്ലറുകളുള്ള വലിയ പള്ളിയാണ്. മക്ക സന്ദർശിക്കുന്ന ഏതൊരാളും സന്ദർശിക്കുന്ന ഒരിടമാണ് ത്വായിഫ് എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മക്കയിൽ നിന്ന് ആട്ടി ഓടിക്കാൻ ശ്രമിച്ചപ്പോൾ അവിടെ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജ്റ വന്ന ഒരു സ്ഥലമാണ്, ആദ്യമായി ഹിജ്റ വന്ന ഒരു സ്ഥലമാണ് ത്വായിഫ് എന്ന് പറയുന്നത്. പക്ഷേ ത്വായിഫിലേക്ക് എത്തിയപ്പോൾ ഇവിടെയുണ്ടായിരുന്ന അനുഭവം വളരെയധികം ദുഷ്കരമായ അനുഭവമായിരുന്നു. ആളുകളും ചെറിയ കുട്ടികളടക്കം ഭ്രാന്തൻ എന്ന് വിളിച്ചുകൊണ്ട് കല്ലെറിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലിൽ നിന്നൊക്കെ ധാരധാരയായി രക്തം ഒലിക്കുകയും ചെയ്ത ഒരു സ്ഥലമാണ് ത്വായിഫ് എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് ചോദിക്കുന്നുണ്ട്. കാലിൽ നിന്ന് രക്തം ഇങ്ങനെ ഒഴുകുമ്പോഴും ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് പറയാണ്, നബിയെ, ഈ കാണുന്ന മലകൾ ഇടിച്ചുകൊണ്ട് ഈ കൂട്ടരെ ഞാൻ നശിപ്പിക്കട്ടെയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ മറുപടി, അത്ര വേദനിച്ച് വിഷമിച്ച് നിൽക്കുമ്പോഴും ആട്ടി ഓടിക്കുമ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കരുണ അത് അളക്കാൻ പറ്റാത്ത കരുണയാണ്. നബി തങ്ങൾ പറഞ്ഞു, ഇവരുടെ പിൻതലമുറകളിൽ നിന്ന് ആരെങ്കിലും ഒരാൾ ഇസ്ലാം സ്വീകരിച്ചാൽ അത് എനിക്ക് ഏറ്റവും ഖൈറല്ലേ ജിബ്രീൽ എന്ന് ജിബ്രീലിനോട് തിരിച്ച് മറുപടി പറഞ്ഞ നേതാവാണ് കരുണക്കടലായ പൊന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ആ ഓർമ്മകളൊക്കെ പുതുക്കപ്പെടുന്ന ഒരു പ്രദേശമാണ് ഈ ത്വായിഫ് എന്ന ഈ പ്രദേശം. അൽഹംദുലില്ലാഹ്, നമ്മുടെ യാത്രാ സംഘത്തിന് ഇവിടെ എത്താനും ഇവിടെയുള്ള ചരിത്രങ്ങൾ മനസ്സിലാക്കുവാനും സാധിച്ചു. മഹാനായ അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ധാരാളം ഹദീസുകൾ നിവേദനം ചെയ്ത വലിയ മഹാനാണ്. മഹാനവരികളുടെ മഖ്ബറ സ്ഥിതി ചെയ്യുന്നത് ഈ പള്ളിയുടെ ചാരത്തു തന്നെയാണ്. ഇത് നമ്മുടെ കേരള കർണാടകയിലുള്ള പ്രദേശങ്ങളെപ്പോലെ വളരെയധികം തണുപ്പുള്ള പ്രദേശമാണ്. ഒരുപാട് പച്ചക്കറികളും കൃഷികളും പഴവർഗ്ഗങ്ങളൊക്കെ ഉണ്ടാക്കപ്പെടുന്ന ഒരു പ്രദേശമാണ് ഈ പ്രദേശമെന്ന് പറയുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്ക് വീണ്ടും കാണാം. ചരിത്ര പ്രസിദ്ധമായ ഭൂമികയിലൂടെ നമുക്ക് ഇനിയും സഞ്ചരിക്കാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.